ഓ മൈ ഗോഡ്. ആ ഉള്ളവരൊക്കെ വാ. ആ തടത്തിപ്പറമ്പ് ഡെയ്സിയെ പിള്ളേരെയൊക്കെ സ്കൂളിൽ വിട്ടേച്ച് ഏതോ ഒരുത്തനെ വീട്ടിൽ വിളിച്ച് കയറ്റിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അധികം വെച്ച് ഉറപ്പിക്കാൻ പറ്റത്തില്ല. തല്ലി കൊല്ലട്ടെ? വേണ്ട വേണ്ട, കാല് തല്ലി പിടിച്ചാൽ മതി. ഭർത്താവ് മരിച്ചിട്ട് 2 വർഷമായുള്ളൂ. അതിൽ തുറന്ന ഉടനെ തലക്കടിച്ച് വീഴ്ത്തിക്കോണം. എൻ്റെ പൊന്നി ചേച്ചിമാരെ, ഇൻവേർട്ടർ വെക്കാൻ വന്ന ആളാ അടിച്ച് ഈ പരുവാക്കിയല്ലോ. ഇനി വല്ല പോലീസ് കേസ് ആവുമെന്നാ എനിക്ക് പേടി. എന്നാലേ ഞങ്ങളങ്ങ് പോട്ടെ, ചായക്ക് വെള്ളം വെക്കണം. അല്ല ഡെയ്സി, നാട്ടുകാരെ തെറ്റു പറയാൻ പറ്റുമോ? ജെയിംസ് മരിച്ചിട്ട് ഇപ്പൊ 2 വർഷമായി. ഡെയ്സിക്ക് വല്ല കുറവുണ്ടോ? കാറിന് കാറ്, AC ദേ ഇപ്പൊ ഇൻവെർട്ടറും. ഇതൊക്കെ ഒരു പുരുഷ സഹായം ഇല്ലാതെ പറ്റുമോ? എൻ്റെ ആൻറ്റി അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടാണ് ജെയിംസ് പോയത്. ഞങ്ങൾക്ക് അത്യാവശ്യം പൈസയൊക്കെ കിട്ടി. ഈ പൈസ എന്നൊക്കെ പറയുമ്പോ എത്ര വരും ചേച്ചി? 2 കോടി. അതിന് മാത്രം പൈസ എവിടുന്നാ? അത് ആൻറ്റി മാസം 400-500 രൂപ ഉള്ള ചെറിയ തുക അടിച്ചിട്ട് നമുക്ക് ടേം ഇൻഷുറൻസ് എടുത്തു വെക്കാം. ഇപ്പോൾ എടുത്ത ആളെങ്ങാനും മരണപ്പെട്ടാൽ കുടുംബത്തിന് ബാക്കിയുള്ള കാലം ജീവിക്കാനായിട്ട് 2 കോടി വരെ നമുക്ക് പൈസ കിട്ടും. ഓ, ചേട്ടൻ അങ്ങ് വെളിയിലായിരുന്നല്ലോ അല്ലേ? അതായിരിക്കും അല്ലേ? അല്ല, വിദേശത്തു നിന്നല്ല. പ്രവാസികൾക്ക് പുറത്തുനിന്ന് എടുക്കുന്നതിനേക്കാൾ 30 മുതൽ 50% വരെ വിലക്കുറവിൽ ടേം ഇൻഷുറൻസ് നാട്ടിൽ നിന്ന് തന്നെ എടുത്തു വെക്കാം. ഇപ്പൊ നാട്ടിൽ നിന്ന് എവിടുന്നാ എടുത്തേ? അതിന്റെ ലിങ്ക് എൻ്റെ ബയോയിലുണ്ട്. അതിൽ പോയാൽ ഇന്ത്യയിലെ ടോപ്പ് ഇൻഷുറൻസ് കമ്പനികളെ കമ്പയർ ചെയ്ത് ഇഷ്ടമുള്ളത് എടുക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ ആണെങ്കിൽ 15% വരെ ഡിസ്കൗണ്ടും ഉണ്ട്. ആന്റി, എനിക്ക് തലവേദന എടുക്കുന്നു. മിണ്ടായി ചേർക്ക. ആയ കാലത്ത് വല്ല ഇൻഷുറൻസ് എടുത്ത് വെക്കാൻ നോക്കുക. അതാകുമ്പോൾ വീട്ടുകാർക്കെങ്കിലും ഉപകാരപ്പെടുമല്ലോ.